ഗൈസ്, അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മോഷ്ടിച്ചെടുത്ത ബോസിനെയും നമ്മൾ വെടിവെച്ചിട്ട് നമ്മൾ ഈ സംഭവം ഈ വണ്ടി അടിച്ചു മാറ്റി ഗൈസ്. അതാണ് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കമായി, അങ്ങനെ ഞങ്ങൾ അടിച്ചു മാറ്റിയതാണ്. സോ ഈ വണ്ടിയിൽ നിന്ന് വിൽക്കണം. സോ നമുക്കൊന്ന് കൂട്ടുകാരനെയൊക്കെ കാണിച്ചിട്ട് വരാം ഗൈസ്, എന്നിട്ട് നമുക്ക് വിൽക്കാം. കൂട്ടുകാരൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ഗൈസ്. കാർ ഷോറൂമിൽ തന്നെയല്ലേ ഈ വണ്ടിയൊക്കെ വിൽക്കണേ? അവിടെ തന്നെയാണെന്ന് തോന്നുന്നു. സ്വർണ്ണക്കടയിലൊന്നും പോയി വിറ്റിട്ട് കാര്യമില്ലല്ലോ. കാർ ഷോറൂമിൽ കൊണ്ടുപോകാം ഗൈസ്. നമ്മളങ്ങനെ കാർ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തായാലും ഉണ്ടോ നോക്കാം. പതുക്കെ കയറ്റണം ഗൈസ്, ഇല്ലേ ഡോറൊക്കെ അടിഞ്ഞ് പൊളിഞ്ഞ് പോകും. ഓക്കെ ഗൈസ്, അങ്ങനെ കാർ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അകത്തായാലും ഉണ്ടോ നോക്കട്ടെ. സോ ഗൈസ്, നമ്മൾ അയാളോട് സംസാരിച്ചിട്ടുണ്ട്. നാളെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. അതിനകത്തിപ്പോൾ 3 ലംബോർഗിനി ഇരിപ്പുണ്ട് ഗൈസ്. 2 ഹുറൈക്കാനും ഒരു V2. ഹുറൈക്കാനാണോ അവൻ്റെ ഡോറാണോ ദൈവത്തിനറിയാം. സോ നാളെ കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, പൈസയൊന്നും കാണത്തില്ല ഗൈസ്. ഞാനിത് 8 കോടിയാണ് പറഞ്ഞിരിക്കുന്നത്, സ്വർണവും കൂടെയാണെന്ന് പറഞ്ഞ്. സോ അയാൾ നാളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പകുതി എത്തിയപ്പോൾ എന്താണിത്? ഇവിടെ എന്താണെന്ന് അറിഞ്ഞൂടല്ലോ ഗൈസ്. ഇത് ബോസിൻ്റെ ആളാണ്. നമുക്ക് വേഗം ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. ബോസ് ചത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അവരിപ്പോൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടാവും. നമുക്ക് വേഗം ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. ഇവരെങ്ങനെ ഈ രാജ്യത്തെത്തിന്ന് അറിഞ്ഞൂടാ ഗൈസ്. നമ്മളെ പോലീസും വളഞ്ഞിരിക്കുകയാണ്. അയാൾ പോലീസിനോട് പറഞ്ഞു കൊടുത്തെന്ന് തോന്നുന്നു നമ്മുടെ കയ്യിൽ ഈ വണ്ടിയുള്ള കാര്യം. നമുക്ക് വേഗം ഈ സ്ഥലം വിടണം. ഗൈസ്, പോലീസ് നമ്മളെ ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. നമുക്ക് എസ്കേപ്പ് ആവാൻ വഴിയില്ലാതായി ഗൈസ്. പോലീസ് ലോക്ക് ചെയ്തു ഗൈസ് നമ്മളെ. സോ ഗൈസ്, നമ്മളെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ വണ്ടിയും വിൽക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സോ നമുക്ക് ഈ പൂട്ട് പൊളിച്ച് എങ്ങനെയും പുറത്തു പോകണം ഗൈസ്, ഇല്ലാതെ വേറെ വഴിയില്ല. ബോസ് ചത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ബോസിന് പകരം വീട്ടണം ഗൈസ്. നമുക്ക് എങ്ങനെയും എസ്കേപ്പ് ആകാൻ പറ്റുമോ നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ അയാളെ തട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊട്ടിക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തതാ പോവാണ്. അയാളെ തട്ടിയ സ്ഥിതിക്ക് നമുക്ക് മിക്കവാറും പോലീസ് കേസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. A few moments later. ഗൈസ്, പോലീസ് കേസ് തുടങ്ങി. നമുക്ക് വേഗം എസ്കേപ്പ് ആവണം. ഗൈസ്, വേറെ വഴിയില്ലാത്തതുകൊണ്ട് ബോസിൻ്റെ വീട്ടിലോട്ട് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. സോ ഇവിടെ ബോസ് കാണുമായിരിക്കും. A few moments later. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ബോസിനോട് ക്ഷമയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബോസ് ക്ഷമിച്ചിരിക്കുകയാണ് ഗൈസ്. എന്ത് ചെയ്യാനാ. സോ നമുക്ക് നേരെ ഇത് വിൽക്കാൻ പോവാം. നമ്മളെങ്ങനെയൊക്കെയോ ജയിലിൽ നിന്നൊക്കെ ചാടിയിരിക്കുകയാണ് ഗൈസ്. എപ്പോഴാണ് നമ്മളെ പിടിക്കുമെന്ന് അറിഞ്ഞൂടാ. നൈസിനെ ഇറക്കിയിട്ടുണ്ട്. ഇനി വേഗം പോവാം. A few moments later. ഓക്കെ ഗൈസ്, അങ്ങനെ വണ്ടി വിറ്റിട്ടുണ്ട്. നമുക്ക് പൈസയും കിട്ടിയിട്ടുണ്ട് 8 കോടി രൂപ. ഇത് നമുക്ക് എവിടെയെങ്കിലും സേഫായിട്ട് എടുത്ത് വെക്കണം ഗൈസ്. അങ്ങനെ കുറച്ച് നാളത്തേക്ക് നമ്മൾ ഈ സിറ്റിയിൽ നിന്ന് മാറി നിൽക്കണം. സോ നമ്മൾ മസ്താങ് എടുത്ത് അടുത്ത സിറ്റിയിലോട്ട് വിടുകയാണ് ഗൈസ്. നമുക്കിത് എയർപോർട്ടിൻ്റെ അവിടെ നിർത്താം, എന്നിട്ട് ട്രെയിനിൽ കയറി പോവാം ഗൈസ്. നമ്മുടെ ഭാഗത്തിന് ഈ ട്രെയിനിൽ വണ്ടിയൊക്കെ കയറ്റാൻ പറ്റും. സോ ഈ വണ്ടി നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ വണ്ടി എങ്ങനെയൊക്കെയോ ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. കുറേ ട്രൈ എടുത്ത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇരിക്കാം, വണ്ടി പോയി നമ്മുടെ സിറ്റി എത്തുന്നവരെ.